ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വിശദമായി തന്നെ പരിചയപ്പെടാൻ പോകുന്ന ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂർ നഗരഹൃദയത്തിലുള്ള തേക്കിൻകാട് മൈതാനത്തിൻ്റെ മധ്യത്തിലാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ശങ്കരനാരായണസ്വാമി, ശ്രീരാമസ്വാമി, പാർവതീദേവി എന്നിവരാണ് പ്രധാന ദേവതകൾ. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന് തൃശ്ശൂരുമായിട്ട് വളരെ അധികം ചരിത്ര പ്രധാനമായ ബന്ധമാണുള്ളത്. ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള വടക്കുംനാഥ ക്ഷേത്രം 20 ഏക്കർ വിസ്താരമേറിയതാണ്. 4 ദിക്കുകളിലുമായിട്ട് 4 മഹാഗോപുരങ്ങളുണ്ട്. വടക്കുംനാഥൻ്റെ മഹാപ്രദക്ഷിണ വഴിയാണ് സ്വരാജ് റൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ തൃശ്ശൂർ നഗരത്തിൽ വരുന്ന ഒരാൾക്കും വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലാതെ കടന്നു പോകുവാൻ കഴിയില്ല. 108 ശിവാലയ സ്തോത്രത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെ ശ്രീമദ് ദക്ഷിണ കൈലാസം എന്നാണ് അതിൽ തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ഐതിഹ്യം 21 വട്ടം ക്ഷത്രിയരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അവിടങ്ങളിലെല്ലാം അദ്ദേഹം അവർക്ക് ആരാധന നടത്തുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു. കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹം തന്നെ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച കേരള ഭൂമി. കേരളത്തിലെ ബ്രാഹ്മണർക്ക് ആരാധന നടത്തുവാനായിട്ട് പരശുരാമൻ 108 ശിവക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും 5 ശാസ്താക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു. അവയിൽ 108 ശിവക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. കേട്ടാലോ? ഒരു ദിവസം കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതിയതായിട്ട് നിർമ്മിച്ച ഭൂമിയെക്കുറിച്ച് ശിവഭഗവാനോട് സംസാരിക്കുകയും അവിടെ വാണരുളണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യേണ്ടായി. എന്നാൽ ആദ്യം ശ്രീ പരമേശ്വരൻ വിസമ്മതിച്ചു. പിന്നീട് പാർവതീദേവി അഭ്യർത്ഥിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ സമ്മതം മൂളിയത്. ഉടനെ തന്നെ ശിവപാർഷദന്മാരായ നന്ദികേശ്വരൻ, സിംഹോദരൻ, ഭൃംഗീരടി തുടങ്ങിയവരും ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും അടക്കം കൈലാസവാസികളെല്ലാവരും കൂടി ഭാർഗവ ഭൂമിയിലേക്ക് യാത്രയായി. അങ്ങനെ അവർ ഭാർഗവ ഭൂമിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് യാത്ര നിന്നു. അവിടെ ഒരു ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അതുതന്നെയെന്ന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ അദ്ദേഹം പരമേശ്വരനോട് അവിടെ കുടികൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ പരമേശ്വരൻ ഉടനെ തന്നെ പാർവതി സമേതം അങ്ങോട്ട് എഴുന്നള്ളി. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട വിഷ്ണു ഭഗവാനോട് തൻ്റെ തെക്കുഭാഗത്തിരിക്കുവാൻ പറഞ്ഞ പരമേശ്വരൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കുഭാഗത്ത് കുടികൊണ്ടു. അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കുംനാഥൻ എന്ന പേരുണ്ടായതെന്നാണ് പറയുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ആൽമരത്തിൻ്റെ തറയിലാണ് ഇത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഇന്നവിടം ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടാം. അവിടെ ഒരു ശിവ വിഗ്രഹമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവരിലേക്കായിട്ടിത് എത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമൂലസ്ഥാനത്ത് ഇന്നും ദിവസവും വിളക്കുവയ്പുണ്ട്. തുടർന്ന് ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ടായി. അതിനുശേഷം യഥാവിധി പൂജകൾ കഴിച്ച അദ്ദേഹം തുടർന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കു കിഴക്കേ മൂലയിൽ അന്തർധാനം ചെയ്തു. ഇന്നും അവിടെ പരശുരാമസ്മരണയിൽ ദീപപ്രതിഷ്ഠ നടത്താറുണ്ട്. ഇനി ചരിത്രം നോക്കുകയാണെങ്കിൽ വടക്കുംനാഥ ക്ഷേത്ര നിർമ്മാണം പന്തിരുകുലത്തിലെ പെരുന്തച്ചൻ്റെ കാലത്ത് നടന്നതാണെന്നാണ് പറയപ്പെടുന്നത്. പെരുന്തച്ചൻ്റെ കാലം 7-ാം നൂറ്റാണ്ടിലാകയാൽ ക്ഷേത്രത്തിനും കൂത്തമ്പലത്തിനും 1300 വർഷത്തെ പഴക്കം ഉണ്ടാകുമെന്ന് കരുതുന്നു. പാറമേക്കാവ് ഭഗവതിയും ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. പഴക്കത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം, ഊരകം അമ്മ തിരുവടി ക്ഷേത്രം, കൂടൽമാണിക്യം ക്ഷേത്രം എന്നിവയോളം വടക്കുംനാഥ ക്ഷേത്രത്തിനും പഴക്കമില്ല എന്ന്
ക്ഷേത്ര സ്തോത്രമാലയിൽ നിന്നും മനസ്സിലാവുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി യോഗാതിരിമാർ, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്ര ഭരണ ചുമതല വഹിച്ചിരുന്ന സാമൂതിരിമാരാണ് യോഗാതിരിമാർ. കേരളത്തിൽ നമ്പൂതിരിമാർ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടിയിട്ട് വടക്കുംനാഥൻ ക്ഷേത്രം തൃശ്ശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരുടെ നിയന്ത്രണത്തിലായി. തൃശ്ശൂർ യോഗസങ്കേതത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നയാളായ യോഗാതിരിപ്പാടാണ് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്നത്. ശക്തൻ തമ്പുരാൻ്റെ കാലത്തിന് മുൻപ് യോഗാതിരി അവരോധം അവസാനിപ്പിച്ചു. പിന്നീട് കൊച്ചി രാജാവ് നേരിട്ട് ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും നിരവധി ക്ഷേത്രാചാര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത്. ഇനി ഈ പേരിന് പിന്നിൽ ശിവപെരുമാളിൻ്റെ സ്ഥലം എന്നർത്ഥമുള്ള തിരുശിവപേരൂരാണ് തൃശിവപേരൂരും പിന്നീട് തൃശ്ശൂരും ആയിത്തീർന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തികൾ 3 പേരാണ്: ശ്രീ പരമേശ്വരൻ, ശ്രീരാമസ്വാമി, ശങ്കരനാരായണ മൂർത്തി. ശിവപെരുമാൾ ഏറ്റവും വടക്കുഭാഗത്തും ശ്രീരാമസ്വാമി തെക്കുഭാഗത്തും ശങ്കരനാരായണ സ്വാമി മധ്യഭാഗത്തുമായിട്ട് കുടികൊള്ളുന്നു. വടക്കുഭാഗത്തുള്ള ശിവപെരുമാൾക്കാണ് ഇവിടെ ക്ഷേത്രാചാരപ്രകാരം പ്രാധാന്യവും പ്രശസ്തിയും. വടക്കേ അറ്റത്തുള്ള ശിവഭഗവാന്റെ പേരിൽ അറിയപ്പെട്ട ക്ഷേത്രം പിന്നീട് വടക്കുംനാഥ ക്ഷേത്രമായതായും കരുതുന്നു. കേരളം ശൈവാധിപത്യത്തിലായിരുന്നതിനാൽ വടക്കേ അറ്റത്ത് പ്രതിഷ്ഠിച്ച ശിവനാണ് നാഥൻ എന്നും പിന്നീട് സങ്കല്പമുണ്ടായി. അങ്ങനെ വടക്ക് നാഥൻ എന്ന ശൈവസങ്കല്പം കാലാന്തരത്തിൽ വടക്കുംനാഥൻ എന്ന പേര് നേടിയെടുത്തു അല്ലെങ്കിൽ നേടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് നോക്കാം. 20 ഏക്കറിൽ അധികം വിസ്തീർണം വരുന്ന അതിവിശാലമായ മതിലകമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായ ആകർഷണം. ഇത്രയും വലിയ മതിലകം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും ഇല്ല. ഗംഭീരമായ ആനപ്പള്ള മതിലാണ് ക്ഷേത്രത്തിന് ചുറ്റും പണിതീർത്തിരിക്കുന്നത്. ഇനി ക്ഷേത്ര സങ്കേതത്തിൽ ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ക്ഷീണം തോന്നുന്ന ഭക്തർക്ക് അവയുടെ തണലിലിരുന്ന് വിശ്രമിക്കാവുന്നതുമാണ്. മന്ത്രങ്ങൾ ജപിക്കാം, ധ്യാനത്തിലിരിക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. ഇനി 4 ഭാഗത്തും വലിയ ഗോപുരങ്ങൾ പണിതീർത്തിട്ടുണ്ട്. അതിമനോഹരമായ നിർമ്മിതികളാണ് അവയിലെല്ലാം ഉള്ളത്. 4 ഗോപുരങ്ങൾക്കും കൂറ്റൻ ആനവാതിലുകളും ഉണ്ട്. പടിഞ്ഞാറേ ഗോപുരമാണ് അവയിൽ പ്രധാനം. ആ ഗോപുരത്തിന് സമീപം ദേവസ്വം ഓഫീസ് സ്ഥിതി ചെയ്യുന്നു. ഇനി പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്നാൽ ആദ്യം കാണുന്നത് ഒരു ശിലയാണ്. കലിശില എന്ന് അറിയപ്പെടുന്ന ഈ ശില ഓരോ ദിവസവും വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് ഗോപുരത്തോളം ഉയരം വെച്ചാൽ അന്ന് ലോകം അവസാനിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് വടക്കുഭാഗത്ത് കൂത്തമ്പലം കാണാം. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നവയിൽ വെച്ച് ഏറ്റവും വലുതും ലക്ഷണയുക്തവുമായ കൂത്തമ്പലം ഇവിടെയാണ്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കൂത്തും കൂടിയാട്ടവും ഉണ്ടാവും. കൂത്തമ്പലത്തിലെ ശില്പങ്ങൾ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ചെമ്പുമേഞ്ഞ ഈ നാട്യഗൃഹത്തിന് 23.5 മീറ്റർ നീളവും 17.5 മീറ്റർ വീതിയുമാണുള്ളത്. കേരളത്തിലെ പ്രസിദ്ധരായ കൂടിയാട്ട വിദഗ്ധന്മാർ ഇവിടെ പലതവണ കൂത്തും കൂടിയാട്ടവും എല്ലാം അവതരിപ്പിച്ചിട്ടുമുണ്ട്. നാലമ്പലത്തിൻ്റെ വലിപ്പവും വളരെ രസകരമായൊരു പ്രത്യേകത തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നാലമ്പലവും ഇവിടെ തന്നെയാണുള്ളത്. ഇനി നാലമ്പലത്തിൻ്റെ പുറം ചുവരുകളെ ചുറ്റിയിട്ട് വിളക്കുമാടം പണി തീർത്തിട്ടുണ്ട്. അകത്തേക്ക് കടന്നാൽ വലിയ 3 ശ്രീകോവിലുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അവയിൽ വടക്കേ അറ്റത്തെ ശ്രീകോവിലിൽ അനഭിമുഖമായിട്ട് ശ്രീ ശിവഭഗവാനും പാർവതീദേവിയും, നടുക്കുള്ള ശ്രീകോവിലിൽ ശങ്കരനാരായണനും, തെക്കേ അറ്റത്തെ ശ്രീകോവിലിൽ ശ്രീരാമസ്വാമിയുമാണ് കുടികൊള്ളുന്നത്. 3 ശ്രീകോവിലുകളും അത്യപൂർവമായ ചുവർ ചിത്രങ്ങളാലും ദാരുശില്പങ്ങളാലും അലംകൃതമാണ്. എന്നാൽ ഫലപ്രദമായ ഇടപെടൽ ഇല്ലാത്തത് മൂലം അവയിൽ പലതും നാശോന്മുഖമാണ്. ഏറ്റവും വലിയ ശ്രീകോവിൽ ശിവഭഗവാന്റേതാണ്. 3 ശ്രീകോവിലുകൾക്ക് മുന്നിലും നമസ്കാര മണ്ഡപങ്ങളുമുണ്ട്. ശിവഭഗവാന്റെ ശ്രീകോവിലിന് തെക്കുകിഴക്ക് ഭാഗത്ത് തിടപ്പള്ളി സ്ഥിതി ചെയ്യുന്നു. ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കൂ കേട്ടോ. നാലമ്പലത്തിനും പ്രവേശന ദ്വാരത്തിനുമിടയിൽ ഇടുങ്ങിയൊരു വിടവുണ്ട്. അവയിലാണ് ശിവഭഗവാന്റെ നടയ്ക്കു നേരെ ഉള്ള ആ വിടവിന് സമീപമായിട്ട് ഭഗവത് വാഹനമായ നന്ദിയുടെ ഒരു കൂറ്റൻ പളുങ്ക് വിഗ്രഹം ഇവിടെയുണ്ട്. നന്ദിയെ ഇവിടെ ഉപദേവനായിട്ടാണ് കരുതി വരുന്നത്. നന്ദി വിഗ്രഹത്തിൻ്റെ ഇരുവശത്തുമായിട്ട് 2 ചുവർ ചിത്രങ്ങൾ കൂടിയുണ്ട്. ഒന്ന് അത്യപൂർവമായ വാസുകി ശയന രൂപത്തിലുള്ള പരമേശ്വരനാണ്. മറ്റേത് 20 കൈകളോട് കൂടിയ നൃത്തനാഥനും.
അതായത് നടരാജനും. രണ്ടിടത്തും വിശേഷാൽ പൂജകളും വിളക്ക് വയ്പ്പും എല്ലാം നടത്തി വരുന്നുമുണ്ട്. ഇനി വടക്കു കിഴക്കു ഭാഗത്ത് ഒരു വലിയ കുഴിയുണ്ട്. കാട്ടാളനായി വന്ന് തന്നെ പരീക്ഷിച്ച ശിവഭഗവാന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ അർജുനൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വില്ലായ ഗാണ്ഡീവം തട്ടിയുണ്ടായതാണ് ഈ ഒരു കുഴി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കുഴിയുടെ പേര് വിൽക്കുഴി എന്നാണ്. ഇവിടെ സ്ഥിരം ജലമുണ്ടാകും. ഏത് കടുത്ത വേനൽക്കാലത്തും ഇത് വറ്റിപ്പോവില്ല. അതുതന്നെയാണ് ഇവിടുത്തെ മറ്റൊരു അത്ഭുതം. ഇവിടെ കാലു കഴുകി വേണം ക്ഷേത്ര ദർശനം നടത്താൻ എന്നതാണ് ആചാരം. വടക്കേ ഗോപുരത്തോട് ചേർന്ന് ശിവഭഗവാന്റെ ഒരു പളുങ്ക് ശില്പം കാണാൻ സാധിക്കും. അതിന് ചുറ്റും വെള്ളം പരന്ന് കിടക്കുന്നുണ്ട്. ഭഗവാന്റെ ജടയിൽ നിന്ന് ഗംഗ ഉതിർന്നു വീഴുന്ന രൂപമാണിത്. വളരെ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇതിവിടെ പണി തീർത്തിട്ട്. ഇനി ക്ഷേത്ര മതിൽ കെട്ടിന് പുറത്ത് വടക്ക് കിഴക്കേ മൂലയിലായിട്ട് 2 കുളങ്ങളുണ്ട്. ഒന്ന് സൂര്യപുഷ്കരണി എന്നും മറ്റേത് ചന്ദ്രപുഷ്കരണി എന്നും അറിയപ്പെടുന്നു. 2 കുളങ്ങളും ഒരു കാലത്ത് വളരെ ശോച്യാവസ്ഥയിലായിരുന്നു. ഒടുവിൽ 2015 നടന്ന നവീകരണ കലശത്തിൻ്റെ ഭാഗമായിട്ടാണ് അവ വൃത്തിയാക്കിയത്. ശാന്തിക്കാരും ഭക്തരും ഈ കുളങ്ങളിൽ കുളിച്ചു വേണം ദർശനം നടത്താൻ എന്നതായിരുന്നു ആചാരം. എന്നാൽ ഇന്ന് അതൊന്നും പ്രായോഗികമല്ല. ഇനി ഈ ക്ഷേത്രത്തിൽ അകത്തേക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റാത്തത് കൊണ്ടാണ് ഫോട്ടോസും വീഡിയോസും ഒന്നും നിങ്ങളെ കാണിക്കാൻ സാധിക്കാത്തത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ, അവിടെ പോകുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി പ്രധാന പ്രതിഷ്ഠകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മുൻപിൽ വലിയ നമസ്കാര മണ്ഡപമുള്ള വലിയ വട്ടശ്രീ കോവിലിലാണ് ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് പ്രതിഷ്ഠ. പാർവതി സമേതനായി കൈലാസത്തിൽ അമരുന്ന സദാശിവൻ എന്നതാണ് പ്രതിഷ്ഠാസങ്കല്പം. പരബ്രഹ്മ സങ്കല്പവുമുണ്ട്. മറ്റു ശിവക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ശിവലിംഗം തന്നെയാണ് പ്രതിഷ്ഠ. എന്നാൽ ദിവസേന നടക്കുന്ന നെയ്യഭിഷേകം മൂലം ശിവലിംഗം നമ്മൾക്ക് കാണാൻ സാധ്യമല്ല. ഇനി അഭിഷേകം കഴിഞ്ഞ് നെയ്യ് നീക്കം ചെയ്യുന്നില്ല എന്നതാണ് ഇതിനുള്ള ഒരു കാരണം. അങ്ങനെ നെയ്യ് അടിഞ്ഞു കൂടിയിട്ട് സ്വയം ഒരു ശിവലിംഗമായിട്ട് രൂപപ്പെട്ടു. അതാണ് ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ ദർശിക്കുന്നത് ആ ഒരു നെയ്മലയെ തന്നെയാണ്. ഭഗവാന്റെ വാസസ്ഥാനമായ കൈലാസ പർവ്വതത്തെയും അമർനാഥ് ക്ഷേത്രത്തിലെ മഞ്ഞുകൊണ്ടുള്ള ആ ശിവലിംഗത്തെയും ഇത് അനുസ്മരിപ്പിക്കുന്നു. ഇനി വട്ടശ്രീ കോവിലിൽ 3ാമത്തെ അറയായ ഗർഭഗൃഹത്തിനുള്ളിൽ നെയ് കൊണ്ട് മൂടി മനുഷ്യദൃഷ്ടിക്ക് ഗോചരനാവാത്ത വിധത്തിൽ ജ്യോതിർലിംഗമായിട്ട് ശ്രീ വടക്കുംനാഥൻ ദർശനം അരുളുന്നു. ജ്യോതിർലിംഗത്തിൽ ഏകദേശം 8-9 അടി ഉയരത്തിൽ 25 അടിയോളം ചുറ്റളവിലാണ് ഈ നെയ്മല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കുന്നവർക്കിത് കാണാൻ സാധിക്കും. അന്തരീക്ഷത്തിലെ താപവും ഈ ദീപങ്ങളുടെ ചൂട് കൊണ്ട് പോലും ഇതിനൊരു നാശവും സംഭവിക്കുന്നില്ല. കാരണം ഇതവിടെ ഉരുകി പോകുന്നില്ല. മാത്രമല്ല ഉറുമ്പ് അങ്ങനെയുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത, അത്ഭുതം എന്ന് തന്നെ പറയാം. ഇനി ശിവലിംഗം കാണാൻ കഴിയാത്ത ഏക ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. നെയ്മലയിൽ ദർശനത്തിന് വേണ്ടിയിട്ട് ചന്ദ്രക്കലകൾ ചാർത്തുന്നുണ്ട്. ഇനി നെയ്മല ഇടിയുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ദേശങ്ങൾക്ക് അനിഷ്ടം സംഭവിക്കും എന്നാണ് ഒരു വിശ്വാസം. 2006 നവംബർ 19 അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ക്ഷേത്രനട അടച്ചുപോയ സമയത്ത് ഉഗ്രമായൊരു തീപിടുത്തം ഉണ്ടായി. നെയ് മുഴുവനും ഉരുകിപ്പോയി. എന്നാൽ ശിവലിംഗം ദർശനീയമായില്ല. ഇനി 2005 ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്നത്തിലെ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവത്രേ. അതിന് പ്രതിവിധിയായിട്ട് അതിരുദ്ര മഹായജ്ഞം നടത്താൻ ഇരിക്കുമ്പോഴായിരുന്നു ഈയൊരു അഗ്നിബാധ. ഇനി നെയ്യഭിഷേകം തന്നെയാണ് വടക്കുംനാഥൻ്റെ പ്രധാന വഴിപാടും. ശുദ്ധമായ 6 ഇടങ്ങഴി പശുവിൻ നെയ്യാണ് ഇവിടെ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. അഭിഷേകത്തെ തുടർന്നുണ്ടാവുന്ന നെയ്മലയ്ക്ക് ബലമുണ്ടാക്കുവാനായിട്ട് ഇളനീരഭിഷേകവും നടത്തി വരുന്നുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര കഴിഞ്ഞു വരുന്ന 3 തിങ്കളാഴ്ചകളിൽ ഇതിൻ്റെ 101 മടങ്ങ് നെയ്യും 1001 മടങ്ങ് ഇളനീരും അഭിഷേകം ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ ദേവസ്വം വകയും ഭക്തരുടെ വകയും വഴിപാടുകൾ ഉണ്ടാവാറുണ്ട്. കൂടാതെ കൂവളമാല, പിൻവിളക്ക്, ഉദയാസ്തമന പൂജ, ഉമാമഹേശ്വര പൂജ, കതിന വെടി അങ്ങനെ തുടങ്ങിയവയും വഴിപാടുകളിൽ അതിപ്രധാനമായിട്ടുള്ളതാണ്. ഇനി പാർവതി ദേവിയെക്കുറിച്ച് നോക്കാം. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പരമേശ്വരൻ്റെ അതേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ട് അമ്മ പാർവതി ദേവി വാണരുളുന്നു. അമ്മയുടെ പ്രതിഷ്ഠ ദാരുവിഗ്രഹമാണ്. പീഠത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ്
വിഗ്രഹം 3 അടി പൊക്കം വരും. ചതുർബാഹുവായ ദേവിയുടെ വലതു കൈകളിൽ മഴുവും വരദമുദ്രയും ഇടതു കൈകളിൽ കയറും താമരമാലയും അഭയമുദ്രയും കാണാം. ഇവിടെ നമസ്കാര മണ്ഡപം പണി തീർത്തിട്ടില്ല. ദാരുവിഗ്രഹമാണെങ്കിലും ഇവിടെ സ്വർണ്ണഗോളകയാണ് ഭക്തർ ദർശിക്കുന്നത്. അതഴിച്ചു മാറ്റാറില്ല. ദാരുവിഗ്രഹം ആയതിനാൽ ജലാഭിഷേകം നടത്താറില്ല. പകരം മഞ്ഞൾ പൊടിയാണ് അഭിഷേകം ചെയ്യുന്നത്. ദേവീ ശിവ സാന്നിധ്യത്തിൽ മഴുന്നതിനാൽ സർവമംഗളകാരിണിയായ കല്യാണ രൂപിണി ആയിട്ടാണ് ഇവിടെ ദേവിയുള്ളത്. ശിവഭഗവാനും പാർവതീ ദേവിയും അനഭിമുഖമായിട്ട് ദർശനം നൽകുന്നതിനാൽ അർദ്ധനാരീശ്വര സങ്കല്പവും ഇവിടെയുണ്ട്. മഞ്ഞൾപ്പൊടി അഭിഷേകം കൂടാതെ പട്ടും താലിയും ചാർത്തുന്നതും ദേവിക്ക് പ്രധാനമാണ്. ഇനി ശങ്കരനാരായണൻ. ശൈവ വൈഷ്ണവ ശക്തികളുടെ സംയുക്ത രൂപമാണ് ശങ്കരനാരായണൻ. ശൈവ വൈഷ്ണവ സംഘട്ടനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് അവയൊഴിവാക്കുവാൻ ശങ്കരാചാര്യർ സൃഷ്ടിച്ചതാണ് ഈ മൂർത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ ശങ്കരനാരായണ പ്രതിഷ്ഠകൾ വളരെ അപൂർവമായിട്ടാണുള്ളത്. അവയിൽ മിക്കതും ശിവലിംഗ രൂപത്തിലും ആയിരിക്കും. എന്നാൽ ഇവിടെ ശങ്കരനാരായണന് വിഗ്രഹ പ്രതിഷ്ഠയാണ് ഉള്ളത്. പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹത്തിന് ഏകദേശം 3 അടി ഉയരം വരും. നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. പടിഞ്ഞാറോട്ടാണ് ദർശനം. ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ വലത്തെ പകുതിയിൽ ജടാമകുടവും ചന്ദ്രക്കലയും ഭസ്മവും നാഗങ്ങളും പുലിത്തോലും ധരിച്ച ശിവൻ്റെയും ഇടത്തെ പകുതിയിലോ കിരീടവും മയിൽപീലിയും ഗോപിക്കുറിയും ദിവ്യമായ ആഭരണങ്ങളും പീതാംബരവും ധരിച്ച ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ രൂപവും കാണാൻ സാധിക്കും. വിഗ്രഹത്തിൻ്റെ വലതു കൈകളിൽ ത്രിശൂലവും വരദമുദ്രയും ഇടതു കൈകളിൽ പാഞ്ചജന്യവും ഗദയും കാണാം. ശങ്കരനാരായണൻ്റെ ശ്രീകോവിലും വട്ടത്തിലാണ്. എന്നാൽ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും ശ്രീകോവിലിൻ്റെ അത്ര വലിപ്പം ഇതിനില്ല. ഇതിനു മുന്നിലും നമസ്കാര മണ്ഡപമുണ്ട്. നമസ്കാര മണ്ഡപവും താരതമ്യേന ചെറുതാണ്. ശങ്കരനാരായണന് പ്രധാനം ചതുശത നിവേദ്യമാണ്. ഇനി ശ്രീരാമസ്വാമി. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 7ാമത്തേതാണ് ശ്രീരാമസ്വാമി. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൂർത്തിഭാവങ്ങളിലൊന്ന് ശ്രീരാമസ്വാമി തന്നെയാണ്. ത്രേതായുഗത്തിലെ പ്രത്യക്ഷമൂർത്തിയായിരുന്ന ശ്രീരാമസ്വാമി മര്യാദാ പുരുഷോത്തമനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ ശ്രീരാമ പ്രതിഷ്ഠകൾ കുറവാണ്. അവയിൽ മിക്കവാറും ചതുർബാഹുവായിട്ടുള്ള ഭഗവാൻ ശ്രീ മഹാവിഷ്ണു രൂപത്തിലും ആയിരിക്കും. തൃപ്രയാറ്, തിരുവല്ലുവാമല, തിരുവങ്ങാട്, കടവല്ലൂർ എന്നിവയാണ് കേരളത്തിലെ തന്നെ പ്രധാനമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങൾ. ഇവിടങ്ങളിലെല്ലാം മഹാവിഷ്ണു വിഗ്രഹം ശ്രീരാമസങ്കല്പത്തിൽ പൂജിക്കുന്നതാണ് കണ്ടുവരുന്നത്. വടക്കുംനാഥസ്വാമി ക്ഷേത്രത്തിലും സംഗതി വ്യത്യസ്തമൊന്നുമല്ല. ഇവിടുത്തെ വിഷ്ണു വിഗ്രഹത്തിൽ ശ്രീരാമസ്വാമിയുടെ തേജസ് വന്നു ചേർന്നതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം കേൾക്കാം. വിവാഹാനന്തരം അയോധ്യയിലേക്ക് മടങ്ങുകയായിരുന്ന ശ്രീരാമസ്വാമി പരശുരാമൻ തടഞ്ഞു നിർത്തിയതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ ശാന്തനായ പരശുരാമൻ ശ്രീരാമസ്വാമിയെ അനുഗ്രഹിക്കുകയും എന്നും സംഭവസ്ഥലത്ത് കുടികൊള്ളണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിഷ്ണു വിഗ്രഹത്തിൽ ശ്രീരാമസ്വാമി ചൈതന്യം വന്നു ചേർന്നത് എന്നാണ് പറയുന്നത്. അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹത്തിന് ഏകദേശം 3 അടി ഉയരം വരും. മാത്രമല്ല നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം. പടിഞ്ഞാറോട്ടാണ് ദർശനം. വലതു കൈയിൽ സുദർശന ചക്രവും താമരയും ഇടതു കൈകളിൽ പാഞ്ചജന്യവും ഗദയും കാണാൻ സാധിക്കും. ദിവ്യമായ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളും ഗോപിക്കുറിയും പീതാംബരവും ധരിച്ചാണ് ഭഗവാൻ പരിലസിക്കുന്നത്. ഇവിടെ മറ്റു 2 ശ്രീകോവിലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിൽ ചതുരത്തിലാണ് ഉള്ളത്. ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിലും നമസ്കാര മണ്ഡപമുണ്ട്. ഇവിടെ ഭഗവാന്റെ നിത്യദാസനായ ആഞ്ജനേയനെ സ്മരിച്ചുകൊണ്ടൊരു വിളക്ക് തെളിയിച്ചു വെച്ചിട്ടുമുണ്ട്. ശ്രീരാമസ്വാമിക്ക് പാൽപായസവും മുല്ലമാല ചാർത്തലും എണ്ണ അഭിഷേകവുമാണ് പ്രധാനമായ വഴിപാടുകൾ. ഇനി ഇവിടുത്തെ ഉപദേവതകൾ. കേരളത്തിലെ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും ഉപദേവനായിട്ട് സർവ്വവിഘ്ന വിനാശകനും ശിവപാർവതി പുത്രനുമായ ഗണപതി ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുമല്ലേ. ഏതോ ഒരു ശുഭകർമ്മവും വിഘ്നങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ ഗണപതി ഭഗവാനെ വന്ദിച്ചു കൊണ്ടുവേണം തുടങ്ങാൻ. വടക്കുംനാഥ ക്ഷേത്രത്തിലെ നാലമ്പലത്തിൻ്റെ അകത്ത് ശിവഭഗവാന്റെ ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത്. ശിവഭഗവാന്റെയും ശങ്കരനാരായണൻ്റെയും ശ്രീകോവിലുകൾക്ക് ഏകദേശം ഒത്ത നടുക്കായിട്ടാണ് ഗണപതിയുടെ ശ്രീകോവിൽ. കിഴക്കോട്ട് ദർശനമായിട്ട് തിടപ്പള്ളിയിലേക്ക് നോക്കിയാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. 3 അടിയോളം പൊക്കം വരുന്ന ശിലാവിഗ്രഹത്തിലെ വെള്ളി ഗോളക ചാർത്തിയിട്ടുണ്ട്. ചതുർബാഹുവായ ഭഗവാൻ വലതു കൈകളിൽ മഴുവും വരദമുദ്രയും ഇടതു കൈകളിലായിട്ട് കയറും മോദകവും ധരിച്ചിട്ടുണ്ട്. ഒറ്റയപ്പവും കറുകമാലയും നാളികേരം ഉടയ്ക്കലുമാണ് ഗണപതി ഭഗവാന്
പ്രധാനമായ വഴിപാടുകൾ. കൂടാതെ ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും നടത്തുന്നുണ്ട്. ഒറ്റയപ്പപ്രിയനായ ഗണപതി ഭഗവാന് ഉദയാസ്തമന പൂജയായിട്ട് അപ്പം നേദിച്ചു വരുന്നുണ്ട്. ഇനി ഗണപതി പ്രീതിക്കായിട്ട് 1993 തുടങ്ങിയ കർക്കിടക മാസത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിൻ്റെ ആ മതിൽക്കെട്ടിന് പുറത്ത് പടിഞ്ഞാറു ഭാഗത്ത് ഈ പടിക്കെട്ടുകൾക്ക് സമീപമുള്ള നടുവിലാലിലും ഗണപതി ഭഗവാന് പ്രതിഷ്ഠയുണ്ട്. 1.5 അടി പൊക്കം വരും ഇവിടുത്തെ ശിലാവിഗ്രഹത്തിന്. പടിഞ്ഞാറോട്ടാണ് ദർശനം. ക്ഷേത്രത്തിനകത്തെ ഗണപതി വിഗ്രഹത്തിൻ്റെ അതേ രൂപം തന്നെയാണ് ഈ വിഗ്രഹത്തിനും. ഇവിടെ ആദ്യം ഒരു തറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ശബരിമല തീർത്ഥാടകരും ഈ പുലിക്കളിക്കാരും നാളികേരം ഉടയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഗണപതിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. തുടർന്ന് അവിടെ ഒരു ക്ഷേത്രവും പണിതു. ഇന്ന് ആ ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പടിഞ്ഞാറു ഭാഗത്തു നിന്ന് തൃശ്ശൂർ നഗരത്തിലേക്ക് കടക്കുന്നവരാദ്യം കാണുന്നത് ഈ ക്ഷേത്രം തന്നെയാണ് കേട്ടോ. റോഡിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. 2 ഗണപതി പ്രതിഷ്ഠകൾക്കും വിനായക ചതുർത്ഥി നാളിൽ വിശേഷാൽ പൂജകളും 1008 നാളികേരം കൊണ്ട് വിശേഷാൽ ഗണപതി ഹോമവും ഉണ്ടാവും. ഇനി നരസിംഹമൂർത്തി. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിക്ക് ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠയില്ല. എങ്കിലും ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തായിട്ട് നരസിംഹമൂർത്തിയുടെ ഒരു ചുവർ ചിത്രം വരച്ച് അതിൽ ആരാധനയും വിളക്ക് തെളിയിക്കലും നടത്തി വരുന്നുണ്ട്. ഉഗ്ര നരസിംഹഭാവത്തിലാണ് കേട്ടോ ഈ ചുവർ ചിത്രമുള്ളത്. ഹിരണ്യകശിപുവിനെ തൻ്റെ മടിയിൽ കിടത്തിയിട്ട് 2 കൈകൾ കൊണ്ട് മാറു പിളർന്ന് വധിച്ച് ചോര കുടിക്കുന്ന ഭഗവാന്റെ ഭയങ്കരമായ രൂപം കാണുമ്പോൾ തന്നെ പേടിയാവും നമ്മൾക്ക്. എന്നാൽ അത്യുഗ്രമൂർത്തിയായ ഭഗവാനെ ഭജിച്ചാൽ ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. ഇനി ശ്രീകൃഷ്ണ ഭഗവാനും കൂടിയുണ്ട് ഇവിടെ കേട്ടോ. നാലമ്പലത്തിന് പുറത്ത് വടക്കു പടിഞ്ഞാറു ഭാഗത്ത് കൂത്തമ്പലത്തോട് ചേർന്നുള്ള ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നത്. ശ്രീകോവിലിന് ചുറ്റും ഗോശാല പണി തീർത്തിയിരിക്കുന്നതിനാൽ ഗോശാല കൃഷ്ണനായിട്ട് ഭഗവാൻ ഇവിടെ കണക്കാക്കി വരുന്നു. ഒരു കയ്യിൽ കാലിക്കോലും മറുകൈയിൽ ഓടക്കുഴലും ഏന്തിയ ഭഗവാനാണ് ഇവിടെയുള്ളത്. 3 അടി പൊക്കം വരുന്ന മനോഹരമായ ശിലാവിഗ്രഹം ആരെയും ആകർഷിക്കും. ഒരിക്കൽ പരമഭക്തനായ വില്വാമംഗലം സ്വാമിയാർ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ ഇന്നത്തെ ശ്രീകോവിലിൻ്റെ സ്ഥാനത്തൊരു അത്ഭുതമായ തേജസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും തുടർന്ന് അദ്ദേഹം അവിടെ ഓടിച്ചെന്ന് നോക്കിയപ്പോഴോ ഏതാനും പശുക്കളെ കണ്ടുവെന്നും തുടർന്ന് അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇനി പശുക്കളെ കണ്ട സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഭഗവാന് ഗോശാല കൃഷ്ണൻ എന്ന പേര് വന്നത്. പാൽപ്പായസവും വെണ്ണയുമാണ് പ്രധാനമായ വഴിപാടുകൾ ഭഗവാന്. അഷ്ടമി രോഹിണി ദിവസം ഭഗവാൻ വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും എല്ലാം ഉണ്ട്. ഇനി തൊട്ടടുത്തായിട്ട്, അതായത് നാലമ്പലത്തിന് പുറത്ത് തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പ്രത്യേകം തീർത്ത ക്ഷേത്രത്തിലാണ് ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത്. കിഴക്കോട്ടാണ് ദർശനം ഭഗവാന്റെ. ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ അതേ രൂപമാണിവിടെ. 1.5 അടി പൊക്കം വരും. അതേസമയം ഇവിടെ ശിലാവിഗ്രഹമാണ്. ശബരിമലയിൽ മുൻപ് ശിലാവിഗ്രഹമായിരുന്നു. 1950 ക്ഷേത്രം കൊള്ളയടിച്ച ചില ഭീകരവാദികൾ അത് തകർത്തെറിഞ്ഞ ക്ഷേത്രത്തിന് തീവയ്ക്കുകയുണ്ടായി. തുടർന്ന് ക്ഷേത്രം പുതുക്കി പണിത ശേഷമാണ് ഇന്നത്തെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചതെന്നാണ് പറയുന്നത്. മറ്റു ഉപദേവതാ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിൽ ഒരു മുഖമണ്ഡപം പണിതീർത്തിട്ടുണ്ട്. ശബരിമലയ്ക്ക് പോകുന്നവരെല്ലാവരും മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം ഇവിടെ വെച്ചാണ്. ഇനി ഇവിടെ തന്നെ പ്രത്യേകമായൊരു വഴിപാട് കൗണ്ടറും നമുക്ക് കാണാൻ സാധിക്കും. എള്ളുതിരി കത്തിക്കലാണ് അയ്യപ്പസ്വാമിയുടെ നടയിലെ പ്രധാനമായ വഴിപാട്. മണ്ഡലകാലത്ത് 41 ദിവസവും നെയ്യഭിഷേകവും പുഷ്പാഭിഷേകവും ഇവിടെ നടത്താറുണ്ട്. ഇനി നാലമ്പലത്തിന് പുറത്ത്, അതായത് കിഴക്കേ ഭാഗത്ത് വടക്കുന്നാഥൻ്റെ തൊട്ടു പുറകിലായിട്ട് സിംഹോദരൻ്റെ സ്ഥാനമുണ്ട്. അതായത് ശിവഭൂതഗണങ്ങളിൽ ഒരാളായ സിംഹോദരനെയാണ് വടക്കുന്നാഥ ക്ഷേത്രം പണിയാൻ പരമേശ്വരൻ നിയോഗിച്ചതെന്നും എന്നാൽ സമയം കഴിഞ്ഞിട്ടും സിംഹോദരനെ കാണാതെ വിഷമിച്ച ശിവപാർവതിമാർ അവസാനം ക്ഷേത്രത്തിലെത്തിയപ്പോൾ ശ്രീകോവിലിൽ സിംഹോദരൻ ഇരിക്കുന്നത് കണ്ടുവെന്നും കോപാക്രാന്തനായി മാറിയ പരമേശ്വരൻ ഉടനെ തന്നെ തൻ്റെ പുറം കാലുകൊണ്ട് സിംഹോദരന് ഒരു ചവിട്ട് കൊടുത്തുവെന്നും അപ്പോഴവൻ അടുത്തുള്ള പടുകുഴിയിൽ തെറിച്ചു വീണു എന്നുമാണൊരു വിശ്വാസമുള്ളത്.
അതുകൊണ്ട് തന്നെ അവിടെ തന്നെ താൻ ഇനി വാണുകൊള്ളാമെന്ന് സിംഹോദരൻ ഭഗവാനോട് പറയുകയും ചെയ്തു. 2 നിലകളോട് കൂടിയ ചതുരശ്രീ കോവിലിലാണ് സിംഹോദരൻ്റെ സ്ഥാനം. പടിഞ്ഞാറോട്ട് ദർശനം. അരണ്ട നിലവിളക്കിൻ വെളിച്ചത്തിൽ ആ വിഗ്രഹത്തിൻ്റെ രൂപം വ്യക്തമാകില്ല എങ്കിലും സിംഹോദരൻ എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം ദേവൻ്റെ ഉദരം വയറ് സിംഹത്തിൻ്റേതുപോലെ ആണെന്നത് തിരിച്ചറിയുവാൻ സാധിക്കും. സിംഹോദരന് ദിവസവും വിളക്ക് വെപ്പുണ്ട് എന്നല്ലാതെ പ്രത്യേകമായ പൂജകളോ വഴിപാടുകളോ ഒന്നും തന്നെയില്ല. ഇനി അടുത്തതായിട്ട് നാലമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്കേ മൂലയിലുള്ളൊരു തറയിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് പരശുരാമൻ്റെ സ്ഥാനം. ഇവിടെ പരശുരാമ സങ്കല്പത്തിലുള്ള ദീപപ്രതിഷ്ഠയാണുള്ളത്. ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ സ്മരണയ്ക്കാണ് പരശുരാമനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം അന്തർദാനം ചെയ്തത് എന്നും ഒരു കഥയുണ്ട്. പരശുരാമൻ കടുത്ത ക്ഷത്രിയ വിരോധിയായതിനാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ തറയിലേക്ക് ക്ഷത്രിയർക്ക് ഇന്നും പ്രവേശനം ഇല്ല. പരശുരാമന് പ്രത്യേകമായ പൂജകളോ വഴിപാടുകളോ ഇവിടെയില്ല. ഇനി ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തോത്തമനായ നന്ദികേശ്വരൻ, പരമശിവൻ്റെ വാഹനമായ നന്ദികേശ്വരൻ, നന്ദി എന്ന് നമ്മൾ ചുരുക്കി പറയുന്നു അല്ലേ. ഇവിടെ ഒരു ഉപദേവനായിട്ടാണ് നന്ദി കുടികൊള്ളുന്നത്. ഭഗവാന്റെ നടയ്ക്കു നേരെ മുൻപിലുള്ള നാലമ്പലക്കെട്ടിലാണ് നന്ദി പ്രതിഷ്ഠയുള്ളത്. കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ നന്ദി വിഗ്രഹം ഇവിടെയാണ്. നന്ദിക്ക് 2 സന്ധ്യയ്ക്കും വിളക്ക് വെപ്പും നിവേദ്യവുമുണ്ട്. ഇനി വാസുകി ശയന ശിവഭഗവാൻ, ലോകത്ത് മറ്റൊരിടത്തും കാണാത്തൊരു അത്ഭുത ചുവർ ചിത്രമാണ് ഇവിടെയുള്ളത്. സർപ്പരാജാവായ വാസുകിയുടെ പുറത്ത് ശയിക്കുന്ന പരമശിവൻ്റെ ചിത്രം ഇവിടെയുണ്ട്. ഭഗവാന്റെ നടയ്ക്കു നേരെയുള്ള നാലമ്പലക്കെട്ടിൽ നന്ദികേശ്വരൻ്റെ വിഗ്രഹത്തിന് തൊട്ടു പുറകിൽ തെക്കോട്ട് ദർശനമായി വരച്ച ഒരു ചിത്രമാണ് ഇത് കേട്ടോ. അനന്തശയന ഭാവത്തിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിത്രങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടെങ്കിലും വാസുകി ശയനഭാവത്തിൽ ശിവൻ്റെ ചിത്രം മറ്റൊരിടത്തും ഇല്ല എന്നതാണ് പ്രത്യേകത. ദിവസവും ഈ ചിത്രത്തിന് ആരാധനയും വിളക്കുവയ്പ്പും ഉണ്ട്. ഇനി പരമശിവൻ്റെ നൃത്തം ചെയ്യുന്നൊരു രൂപമാണല്ലോ നടരാജർ. അപ്പോൾ മഹാനടനനായിട്ടാണ് നമ്മൾ ഭഗവാനെ ആ ഭാവത്തിൽ നൃത്തനാഥനായിട്ട് കാണാറുള്ളത്. ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ നടനവേദിയായിട്ട് കണക്കാക്കപ്പെടുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നന്ദി വിഗ്രഹത്തിന് ഇടതുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് നടരാജമൂർത്തിയുടെ ഒരു ചുവർ ചിത്രമുണ്ട്. നൃത്തനാഥൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 20 കൈകളോടുകൂടിയ അത്യപൂർവമായ ഈ ചുവർ ചിത്രത്തിൽ ഭഗവാൻ അപസ്മാര യക്ഷനെ ചവിട്ടിപ്പിടിച്ച് നൃത്തം ചെയ്യുകയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ഒരു ഗോളമാക്കി ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെ. അത്യപൂർവമായ ഈ ചുവർ ചിത്രം, പക്ഷേ ഫലപ്രദമായ ഇടപെടൽ ഇല്ലാത്തതുമൂലം ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ദിവസവും ഈ ചിത്രത്തിനും ആരാധനയും വിളക്കുവയ്പ്പും എല്ലാമുണ്ട്. ഇനി ഋഷഭൻ, വടക്കുംനാഥൻ്റെ നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിലാണ് പ്രത്യേകമായി തീർത്ത നാലമ്പലക്കെട്ട്. തെക്കോട്ട് ദർശനമായിട്ടാണ് ശിവഭൂതഗണങ്ങളിൽ ഒരാളായ ഋഷഭൻ്റെ പ്രതിഷ്ഠ. നന്ദി തന്നെയാണ് വാസ്തവത്തിൽ ഋഷഭനായിട്ടും കുടികൊള്ളുന്നത്. ഋഷഭൻ സദാ ധ്യാന നിമഗ്നനും നഗ്നനുമാണത്രേ. അതിനാൽ 2 കൈകളും കൊട്ടി ദേവനെ ഉണർത്തി വസ്ത്രത്തിൽ നിന്നും ഒരു നൂല് എടുത്തു വേണം വന്ദിക്കുവാൻ. ദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു. ഇതിനു പിന്നിലൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. ആദ്യം ഋഷഭൻ കിഴക്കോട്ട് ദർശനമായിട്ടാണ് കുടികൊണ്ടിരുന്നത്. മാത്രമല്ല നിൽക്കുന്ന രൂപത്തിലായിരുന്നു പ്രതിഷ്ഠ. ഒരു ദിവസം രാവിലെ ക്ഷേത്രത്തിൽ വന്ന ശാന്തിക്കാരെ വിഗ്രഹം ഉറങ്ങുന്നതായിട്ട് കണ്ടുവെത്രേ. തുടർന്ന് വിഗ്രഹം തെക്കോട്ട് ദർശനമാക്കി പണിതു. ഒരു കാലത്ത് കേരളത്തിൽ ബുദ്ധ ജൈന മതങ്ങൾ ചെലുത്തിയിരുന്ന ഒരു സ്വാധീനത്തിൻ്റെ പ്രതീകമായിട്ട് ഋഷഭനെ കണ്ടുവരുന്നുണ്ട്. ഋഷഭൻ ഒരു ജൈന തീർത്ഥങ്കരനാണെന്നും കൈകൊട്ടി വിളിച്ചുണർത്തി നൂലെടുത്ത് തൊഴുന്നത് ജൈനമത ആചാരത്തിൻ്റെ തുടർച്ചയാണെന്നും നമ്മുടെ ചരിത്രകാരന്മാർ കണക്കാക്കുന്നുണ്ട്. ഇനി കിരാതമൂർത്തിയായ പരമശിവനെയാണ് വേട്ടയ്ക്കൊരു മകൻ വേട്ടയ്ക്കരൻ എന്ന് പറയുന്നത്. പാശുപതാസ്ത്രം കിട്ടാൻ ഘോരമായി തപസ് ചെയ്യുകയായിരുന്ന അർജുനനെ പരീക്ഷിക്കുവാൻ ഭഗവാൻ സ്വീകരിച്ച രൂപമാണ് വേട്ടയ്ക്കരൻ. ക്ഷേത്രനാലമ്പലത്തിന് പുറത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് കിരാതമൂർത്തിയുടെ ശ്രീകോവിൽ. ഏകദേശം 2 അടി പൊക്കം വരുന്ന ചെറിയ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. ധാരയും ശംഖാഭിഷേകവുമാണ് പ്രധാനമായ വഴിപാടുകൾ. 2005 വരെ ക്ഷേത്രനാലമ്പലത്തിൻ്റെ അകത്ത് വടക്കുഭാഗത്ത് തെക്കോട്ട് ദർശനമായിട്ടാണ് ഈ കിരാതമൂർത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2005 നടന്ന ദേവപ്രശ്നത്തിൽ ആ സ്ഥാനം ശരിയല്ല എന്നും പുറത്താണ് പ്രതിഷ്ഠ വേണ്ടതെന്നും കണ്ടെത്തി തുടർന്ന് പുതിയ ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠ നടത്തുകയായിരുന്നു. മുൻപ് കിരാതമൂർത്തി
പ്രതിഷ്ഠയുണ്ടായിരുന്ന ആ മുറിയിലാണ് കേട്ടോ ഇന്ന് അപ്പം, പായസം തുടങ്ങിയവയെല്ലാം വിതരണം ചെയ്യുന്നത്. ഇനി നാഗദൈവങ്ങളെ പറയാതിരിക്കാൻ സാധിക്കില്ല. വിവിധ തരം നാഗങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നുവല്ലോ. സിന്ധു നദീതട പ്രദേശത്തു നിന്നും കണ്ടെടുത്ത രൂപങ്ങളിലെ നാഗരൂപങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് വലിയ തറവാട്ട് വീടുകളിലെ നാഗത്തറകൾ പതിവായിരുന്നു. ഇന്ന് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് നാഗത്തറകൾ ഉള്ളത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് നാഗപ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനം നാഗരാജാവായിട്ട് വാസുകിയും നാഗയക്ഷിയും നാഗചാമുണ്ടിയും മറ്റ് ഉത്തമാതമ സർപ്പങ്ങളുമാണ് ഇവിടെയുള്ളത്. നൂറും പാലും സമർപ്പിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ വഴിപാട്. ഇതൊന്നും കൂടാതെ എല്ലാ മാസവും ആയില്യ നാളിലെ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയും നടത്തി വരുന്നുണ്ട്. ഇനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ മണികണ്ഠനാൽ തറയിൽ കിഴക്കോട്ട് ദർശനമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്കൊരു പ്രത്യേകമായ ക്ഷേത്രം പണിതിട്ടുണ്ട്. 7 പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ ഈ ഒരു ക്ഷേത്രം പണിതിട്ട് എന്നാണ് പറയുന്നത്. ഇതിനു പിന്നിലൊരു കാരണമുണ്ട് കേട്ടോ. മണികണ്ഠനാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരുപാട് പ്രസംഗങ്ങൾക്ക് വേദിയായി മാറിയിട്ടുണ്ടായിരുന്നു. പ്രശസ്തരായ നിരവധി സ്വാതന്ത്ര്യ സമരസേനാനികൾ അക്കാലത്ത് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിരുന്നുവത്രേ. എന്നാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭക്തർക്ക് അത് വലിയൊരു പ്രശ്നമായി മാറി. തുടർന്ന് അവിടെ ചെറിയൊരു ക്ഷേത്രം പണിത് അവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചു. ഇന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായിട്ട് കണക്കാക്കപ്പെടുന്നു. വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രതിഷ്ഠ. സമീപം ഗണപതി ഭഗവാന്റെ സാന്നിധ്യവും ഉണ്ട്. പഞ്ചാമൃതവും പാലഭിഷേകവുമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ വഴിപാടുകൾ. ഇനി ഹനുമാൻ, രാമായണത്തിലെ അനശ്വര കഥാപാത്രമായ ഹനുമാൻ സ്വാമി സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭക്തിയിലും ബുദ്ധിശക്തിയിലും സ്വഭാവ മഹിമയിലുമെല്ലാം ഉത്തമനായിട്ട് കണക്കാക്കപ്പെടുന്ന അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാമായണത്തിൻ്റെ ഗതി മറ്റൊന്നായേനെ. വടക്കുംനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പ്രതിഷ്ഠയില്ല എങ്കിലും 2 സ്ഥലങ്ങളിൽ അദ്ദേഹം അദൃശ്യ സാന്നിധ്യമായിട്ട് കുടികൊള്ളുന്നുണ്ട്. ഒന്ന് ക്ഷേത്ര നാലമ്പലത്തിൻ്റെ അകത്ത് ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ, മറ്റേത് അയ്യപ്പൻ്റെ ശ്രീകോവിലിന് പുറകിലുള്ള ഔഷധത്തറയിൽ. ശ്രീരാമ സാന്നിധ്യമുള്ളിടത്ത് ഹനുമാൻ എന്നും ഉണ്ടാകുമെന്നതാണല്ലോ ഈ ആദ്യത്തെ സങ്കല്പത്തിന് പിന്നിലുള്ള വിശ്വാസമെങ്കിൽ, രാവണപുത്രനായ ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ആ മൃതസഞ്ജീവനി അടങ്ങിയ മരുത്വാമലയം കൊണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ അതിൻ്റെ ഒരു ഭാഗം അടർന്നു വീണതാണ് രണ്ടാമത്തെ സങ്കല്പത്തിനു പിന്നിലുള്ള ആ ഒരു വിശ്വാസം. 2ഇടത്തും വിളക്കുവയ്പുണ്ട്. ഇനി ആദി ശങ്കരാചാര്യരെക്കുറിച്ച് പറയാതിരിക്കുവാൻ സാധ്യമല്ല. അദ്വൈത വേദാന്തികനായിരുന്ന ആദി ശങ്കരാചാര്യർ ഹിന്ദുമതത്തിന് പുതിയൊരു ഭാവം നൽകുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചു. 32 വർഷം മാത്രം നീണ്ടുനിന്ന ജീവിതം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഒരുപാട് കൃതികൾ രചിക്കുകയും ചെയ്ത അദ്ദേഹം സമാധി അടഞ്ഞത് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേദാർനാഥിൽ വെച്ചാണ് അദ്ദേഹം സമാധി അടഞ്ഞത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ന് 2ഇടത്തും അദ്ദേഹത്തിന് സമാധി പ്രതിഷ്ഠകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർക്ക് പുത്രസൗഭാഗ്യം ലഭിച്ചത് തന്നെ വടക്കുംനാഥനെ ഭജിച്ചത് മൂലമാണ്. പ്രായാധിക്യം മൂലം അവർക്ക് വരാൻ കഴിയാതെ ആയപ്പോൾ അവർക്കു വേണ്ടി ഭഗവാൻ കാലടിയിൽ കുടികൊണ്ടു എന്നൊരു കഥ കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ തിരുവെള്ള മാന്തുള്ളി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒരിക്കൽ ശങ്കരാചാര്യർ ഇവിടെ ഇരുന്ന് വിഷ്ണു പാദാദിസ്തവം രചിക്കുന്നതിനിടയിലാണ് സമാധിയായതെന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അത് പൂർത്തിയാക്കിയതെന്നും പറയപ്പെടുന്നുണ്ട്. ശങ്കരാചാര്യർ സ്ഥാപിച്ച 3 മഠങ്ങൾ, അതായത് തെക്കേ മഠം, നടുവിൽ മഠം, വടക്കേ മഠം ഇന്നും ക്ഷേത്രത്തിന് സമീപം തന്നെയുണ്ട്. ശങ്കരാചാര്യർ സമാധിയായ സ്ഥാനത്താണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ശ്രീകോവിൽ പണിതിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ആ പൂർണ്ണകായ പ്രതിമ കിഴക്കോട്ട് ദർശനമാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 4 അടി ഉയരം കാണും ആ ഒരു വിഗ്രഹത്തിന്. ശ്രീകോവിലിന് ചുറ്റും ശങ്കരാചാര്യരുടെ ജീവിതകഥയിലെ ചില സുപ്രധാന സന്ദർഭങ്ങൾ വളരെ മനോഹരമായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ശ്രീകോവിലിന് തെക്കുഭാഗത്തായിട്ട് ശംഖചക്രങ്ങളുടെ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. വിഷ്ണു ഭഗവാന്റെ തിരുവായുധങ്ങളായ ശംഖുചക്രങ്ങളുടെ ശിലാരൂപങ്ങൾ ക്ഷേത്രത്തിലെ ശൈവ വൈഷ്ണവ ശക്തി സംയോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി കാശി വിശ്വനാഥൻ
സിംഹോദരൻ്റെ ശ്രീകോവിലിന് വടക്കു പടിഞ്ഞാറു ഭാഗത്ത് നാലമ്പല ചുവരിൽ ത്രികോണാകൃതിയിലൊരു ചെറിയ ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ വടക്കുന്നാഥൻ്റെ താഴികക്കുടം കണ്ട് തൊഴുന്ന ഭക്തർ തുടർന്ന് അതിന് കിഴക്കുഭാഗത്തുള്ള ഒരു തറയിൽ കയറി നിന്ന് വടക്കു കിഴക്കേ മൂലയിലേക്ക് തിരിഞ്ഞു നോക്കി കാശി വിശ്വനാഥനെ വന്ദിക്കുന്നു. കാശി വിശ്വനാഥൻ തന്നെയാണ് വടക്കുംനാഥനായിട്ട് വാഴുന്നത് എന്നൊരു വിശ്വാസം തന്നെയാണ് ഇതിന് പിന്നിലും. ഇത് കഴിഞ്ഞാൽ ഇതിന് തൊട്ടു മുൻപിലുള്ള ബലിക്കല്ലിന് മുകളിൽ കല്ലുകൾ കൂട്ടിയിടുന്നൊരു ആചാരം ഉണ്ടായിരുന്നു. 2005 നടന്നൊരു ദേവപ്രശ്നത്തിൽ ഈ ഒരു ആചാരം ഇല്ലായ്മ ചെയ്തു. എന്നാൽ ഇന്നും ഇതറിയാത്ത ചിലർ ഇത് ഇവിടെ തുടർന്നു പോരുന്നുമുണ്ട്. ഇതിനിടയിലൂടെ ഒരു രഹസ്യമാർഗമുണ്ടെന്നും അതുവഴി നേരെ കാശിയിലെ മണികർണിക ഘട്ടിൽ എത്തിച്ചേരാമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇനി പണ്ടിവിടെ ഭജനമിരുന്ന ദേശമംഗലം നമ്പൂതിരിക്ക് കാശി വിശ്വനാഥ ദർശനം എന്ന മോഹം സാധിച്ചു കൊടുക്കുവാൻ വടക്കുംനാഥൻ തന്നെ നിർമ്മിച്ചു കൊടുത്തതാണ് ആ വഴിയെന്നും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാശിയിലെത്തിയിട്ട് ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തുടർന്ന് ഇതേ മാർഗത്തിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തുടർന്ന് ഈ വഴി അടച്ചുവെത്രേ. ഈ വഴിയിലൂടെ ഗംഗയും ശ്രീലകത്ത് വരുമെന്ന് പാർവതീദേവിക്ക് തോന്നിയത് മൂലമാണത്രേ ഇത് അടച്ചത് എന്ന് പോലും പറയുന്നുണ്ട്. ഇനി ഈ ഒരു വഴി അടച്ചതിൽ നമ്മളും പങ്കുവഹിച്ചു എന്നൊരു വിശ്വാസം കൊണ്ട് കൂടിയാണ് കല്ലുകൾ കൂട്ടിയിടുന്നതിന് പിന്നിലുണ്ടായിരുന്നൊരു വിശ്വാസം എന്ന് പറഞ്ഞു വരുന്നു. ഇനി രാമനാഥസ്വാമിയും ചിദംബര നടരാജനും കാശി വിശ്വനാഥനെ തൊഴുത് തെക്കോട്ട് യാത്ര ചെയ്താൽ മറ്റൊരു തറയിലെത്താൻ സാധിക്കും. തെക്കു കിഴക്കേ മൂലയിലുള്ള ഈ തറയിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയിട്ട് ചിദംബര നടരാജനെയും തെക്കോട്ട് നോക്കിയിട്ട് രാമേശ്വരത്തെ രാമനാഥസ്വാമിയെയും ഭക്തർ വന്ദിക്കുന്നുണ്ട്. ഭഗവാൻ പരമേശ്വരൻ നടരാജഭാവത്തിൽ കുടികൊള്ളുന്ന ഏക ക്ഷേത്രമാണല്ലോ ചിദംബരം ക്ഷേത്രം. പ്രതിഷ്ഠാമൂർത്തി തന്നെ ശിവേലി മൂർത്തിയായിട്ടും വരുന്ന ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. ഇനി ചിദംബരനാഥൻ്റെ ആനന്ദ താണ്ഡവം രാമേശ്വരത്തും പ്രതിഫലിച്ചുവെത്രേ. രാമേശ്വരം ക്ഷേത്രമാവട്ടെ ഐതിഹ്യപ്രകാരം രാവണനെ വധിച്ചതു മൂലമുണ്ടായ ബ്രഹ്മഹത്യാ പാപം തീർക്കുവാൻ ശ്രീരാമസ്വാമി പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രമാണ്. ശ്രീരാമസ്വാമി പ്രതിഷ്ഠ നടത്തിയതിനാൽ ആ സ്ഥലത്തിന് രാമേശ്വരം എന്നും പ്രതിഷ്ഠയ്ക്ക് രാമനാഥൻ എന്നും പേരുകൾ വന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ നന്ദിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയ അനന്തൻ ഈ തറയിലിരുന്ന് താണ്ഡവ നൃത്തം ദർശിച്ചു എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഇനി ഊരകത്തമ്മ തിരുവടി കൂടൽ മാണിക്യസ്വാമി കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഉദ്ദേശം 12 കിലോമീറ്റർ തെക്കു മാറിയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൽ ഭരതപ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം 24 കിലോമീറ്റർ തെക്കുമാറിയും ഈ 2 ക്ഷേത്രങ്ങളിലേക്കും നോക്കി തൊഴുവാനുള്ള തറ തെക്കേ ഗോപുരത്തിൽ നിന്നും അല്പം മാറിയിട്ട് വടക്കുംനാഥസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഐതിഹ്യപ്രകാരം ഊരകത്തമ്മ തൻ്റെ ഭക്തനായ തിരുവലയന്നൂർ ഭട്ടതിരിയുടെ ഓലക്കുടയിൽ കയറിയിരുന്ന സാക്ഷാൽ കാഞ്ചി കാമാക്ഷി തന്നെയാണെന്നാണ് പറയുന്നത്. ഊരകത്ത് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഭഗവതിയുടെ ഒരംശം വടക്കുംനാഥ ക്ഷേത്രത്തിലും സാന്നിധ്യമരുളി എന്നാണ് വിശ്വാസം. ഇതുകൂടാതെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ജ്യേഷ്ഠനായി ശ്രീരാമനോടൊപ്പം കുടികൊള്ളാനായിരുന്നു ഭരതൻ്റെ ആഗ്രഹമെത്രേ. എന്നാൽ ഭക്തനായ വാക്കയിൽ കൈമളുടെ അഭ്യർത്ഥന പ്രകാരം ഭരതൻ കൂടൽമാണിക്യത്ത് സംഗമേശ്വരനായിട്ട് കുടികൊണ്ടുവെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഇന്നും വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഉണ്ടെന്നുമാണ് കഥ. ഇനി കൊടുങ്ങല്ലൂരമ്മ സാക്ഷാൽ ഭദ്രകാളി. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം തൃശ്ശൂരിൽ നിന്നും ഉദ്ദേശം 42 കിലോമീറ്ററോളം തെക്കു പടിഞ്ഞാറ് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായിട്ടും കൊടുങ്ങല്ലൂരിനെ കണ്ടുവരുന്നുണ്ട്. ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിയായിട്ടും ഭഗവതിയെ കണ്ടുവരുന്നുണ്ട് എങ്കിലും ഭദ്രകാളി ഭാവം തന്നെയാണ് പ്രധാനം. കൊടുങ്ങല്ലൂരിലേക്ക് നോക്കി തൊഴാനുള്ള തറ ഒരു ആൽമരത്തിൻ്റെ തറയാണ്. ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരത്തിൽ നിന്ന് അല്പം പടിഞ്ഞാറ് മാറിയാണ് ഈ ഒരു ആൽമരമുള്ളത്. ഊരകം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യമുണ്ടെന്നു തന്നെയാണ് ഇവിടെ വിശ്വാസം. ഊരകത്തമ്മയുടെ അദൃശ്യ സാന്നിധ്യമുള്ളത് കൊണ്ട് കൂടിയാവണം കൊടുങ്ങല്ലൂരമ്മയ്ക്കും ഇവിടെ സ്ഥാനം ഉറപ്പിച്ചത്. തെക്കു പടിഞ്ഞാറേ മൂലയിലേക്ക് നോക്കി കൊടുങ്ങല്ലൂരമ്മയെ തൊഴുന്ന ഭക്തർ തുടർന്ന് അവിടെ തന്നെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രധാന ശ്രീകോവിലുകളുടെ താഴികക്കുടങ്ങളും നോക്കിയിട്ട് തൊഴുതുന്നുണ്ട്. ഇനി ശ്രീ വേദവ്യാസ മുനിയും ദക്ഷിണാമൂർത്തിയും
ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിൻ്റെയും 18 പുരാണങ്ങളുടെയും കർത്താവായ വേദവ്യാസന് ഇവിടെ തെക്കുഭാഗത്തൊരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അദൃശ്യ സാന്നിധ്യമുണ്ട്. ഒരു ചെറിയ ഉരുളൻ കല്ലിലാണ് വേദവ്യാസനെ സങ്കല്പിച്ചിട്ട് ഭക്തർ തൊഴുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ തറയ്ക്ക് തൊട്ടു പടിഞ്ഞാറ് മാറിയായിട്ടാണ് വേദവ്യാസ സങ്കല്പം. ഈ തറയിൽ ദർശനം നടത്തിക്കഴിഞ്ഞാൽ മണലിൽ ഹരിശ്രീ ഗണപതയേ നമ, അഭിജ്ഞമസ്തു, ശ്രീ ഗുരുഭ്യോ നമ എന്ന വിദ്യാരംഭ മന്ത്രം എഴുതുകയും വേണം. വ്യാസശിലയുടെ താഴെ ദക്ഷിണാമൂർത്തി സങ്കല്പവുമുണ്ട്. ശിവഭഗവാന്റെ തന്നെ സന്യാസഭാവമാണ് ദക്ഷിണാമൂർത്തി. പ്രപഞ്ചത്തിൻ്റെ ആദിഗുരു എന്ന സങ്കല്പത്തിൽ ഉള്ളതാണ് ഈ ഒരു ഭാവം. അതുകൊണ്ട് തന്നെ വിദ്യാഭിവൃദ്ധിക്ക് ദക്ഷിണാമൂർത്തി ഭജനവും ഉത്തമമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. വ്യാസശിലയുടെ ചുവട്ടിലുള്ള ദക്ഷിണാമൂർത്തിയെ തൊഴുതു വേണം അയ്യപ്പനെ തൊഴാൻ എന്നാണ് ആചാരം. ഇല്ലെങ്കിൽ ദർശനപുണ്യം നശിക്കും എന്നാണ് പറയാറുള്ളത്. ഇനി പാറമേക്കാവിൽ അമ്മ കൂടിയുണ്ട് കേട്ടോ. ഇവിടെ ഭദ്രകാളി ദേവി മൂലസ്ഥാനം. വടക്കുംനാഥ ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് തൃശ്ശൂർ നഗരത്തിൽ തന്നെയുള്ള പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് പാറമേക്കാവ് ക്ഷേത്രം. എല്ലാ മാസവും അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിരുന്ന അപ്പാട്ട് കുറുപ്പാൾക്ക് പ്രായാധിക്യം കാരണം പോകാൻ കഴിയാതെ വന്നപ്പോൾ തിരുമാന്താംകുന്നിലമ്മ തന്നെ അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ കയറി വന്ന വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറയിൽ കൂടിയിരുന്നുവെന്നും പിന്നീട് ഭഗവതിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തൊരു വലിയ പാറയുടെ മുകളിലാക്കിയെന്നും അങ്ങനെ ക്ഷേത്രത്തിന് പാറമേക്കാവെന്ന പേര് വന്നു എന്നുമാണ് ഐതിഹ്യം. ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ പങ്കാളികളിൽ മതിൽക്കെട്ടിനകത്ത് കയറുന്നത് പാറമേക്കാവിലമ്മ മാത്രമാണ്. പൂരത്തിൻ്റെ പ്രധാന ആകർഷങ്ങളിലൊന്നായ ഇലഞ്ഞിത്തറ മേളം പാറമേക്കാവ് വകയാണ്. പാറമേക്കാവിലമ്മയുടെ മൂലസ്ഥാനം വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറയായതുകൊണ്ടാണ് അവിടെ മേളം നടത്തുന്നത്. മാത്രമല്ല പാറമേക്കാവിലെ ദീപാരാധനാ സമയത്ത് ഇവിടെ വിളക്ക് വയ്ക്കാറുമുണ്ട്. ഇനി വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴേണ്ട രീതിയെക്കുറിച്ച് നോക്കിയാലോ. ആദ്യം ശ്രീമൂലസ്ഥാനത്ത് തൊഴുക. രാവിലെയാണെങ്കിൽ അരയാലിന് 7 വലം വയ്ക്കുന്നതും ഉത്തമമാണ്. അതിനുശേഷം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്ന് കലിശിലയെ വന്ദിച്ച് പ്രദക്ഷിണമായിട്ട് വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. അതിനുശേഷം വടക്കേ നടയിലൂടെ പ്രദക്ഷിണം വെച്ചിട്ട് വടക്കു പടിഞ്ഞാറേ നാലമ്പലക്കെട്ടിലെത്തിയിട്ട് ഋഷഭദേവനെ വന്ദിക്കുക. ഋഷഭൻ സദാ ധ്യാന നിമഗ്നനും നഗ്നനും ആയതിനാൽ കൈകൊട്ടി തൊഴുത വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്തു വേണം ദർശനം നടത്തുവാൻ. തുടർന്ന് വടക്കേ നടയിലൂടെ ഓവിൻ്റെ അരികിലൂടെ നാലമ്പലത്തിൻ്റെ അകത്ത് കടന്ന മണ്ഡപത്തിന് മുന്നിലെത്തിയിട്ട് വടക്കുംനാഥനെ തൊഴുക. പിന്നീട് മണ്ഡപത്തിൻ്റെ തെക്കുഭാഗത്ത് കൂടിയിട്ട് പടിഞ്ഞാറേ നാലമ്പലക്കെട്ടിൽ പോയിട്ട് നന്ദിയെയും വസുകീശായിയെയും നൃത്തനാഥനെയും അതായത് നടരാജസ്വാമിയെയും തൊഴുത ശേഷം മണ്ഡപത്തിൻ്റെ വടക്കുഭാഗത്തു കൂടെ വീണ്ടും ശ്രീകോവിലിന് മുന്നിലെത്തിയിട്ട് വടക്കുംനാഥനെ വന്ദിക്കുക. പിന്നീട് മണ്ഡപത്തിലിരുന്ന് നാമം ജപിക്കുന്ന ബ്രാഹ്മണരെയും വന്ദിച്ച ശേഷം പാർവതീദേവിയെ തൊഴാൻ കിഴക്കേ നടയിലേക്ക് പോവുക. തുടർന്ന് തിരിച്ചു വന്ന ശേഷം ഗണപതി ഭഗവാനെ തൊഴാം. പിന്നെ ശങ്കരനാരായണനെയും ശ്രീരാമസ്വാമിയെയും വന്ദിച്ചു കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനമസ്കാരം നടത്തേണ്ടതുണ്ട്. ഈ രീതിയിൽ 3 തവണ പ്രദക്ഷിണം വെച്ച ശേഷം നാലമ്പലത്തിന് പുറത്തേക്ക് കടക്കുക. എന്നിട്ട് പ്രദക്ഷിണമായിട്ട് വടക്കു കിഴക്കേ മൂലയിലെത്തിയിട്ട് പരശുരാമനെ വന്ദിച്ച ശേഷം സിംഹോദരനെ തൊഴാനായിട്ട് തെക്കു പടിഞ്ഞാറോട്ട് നടക്കുക. സിംഹോദരനെ തൊഴുതു കഴിഞ്ഞാൽ ശ്രീകോവിലിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നാലമ്പല ചുവട്ടിലെ ഒരു ദ്വാരത്തിലൂടെ വടക്കുംനാഥൻ്റെ താഴികക്കുടം കണ്ട് തൊഴുതു കഴിഞ്ഞാൽ അടുത്തുള്ള തറയിൽ കയറി വടക്കു കിഴക്കോട്ട് തിരിഞ്ഞ് കാശി വിശ്വനാഥനെ വന്ദിക്കാം. പിന്നീട് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തെക്കു കിഴക്കേ മൂലയിൽ ഒരു തറ കാണാൻ സാധിക്കും. അതിൽ കയറി നിന്ന് വടക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് ചിദംബര നടരാജനെയും തെക്കു കിഴക്കോട്ട് തിരിഞ്ഞിട്ട് രാമേശ്വരം ശ്രീരാമനാഥസ്വാമിയെയും തൊഴാം. പിന്നീട് തെക്കേ ഗോപുരത്തിന് അടുത്തുള്ള തറയിൽ കയറി നിന്നിട്ട് തെക്കോട്ട് തിരിഞ്ഞ് ഊരകത്തമ്മ തിരുവടിയെയും കൂടൽമാണിക്യസ്വാമിയെയും അതിന് പടിഞ്ഞാറുള്ള ആൽത്തറയിൽ കയറി നിന്നിട്ട് തെക്കു പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് കൊടുങ്ങല്ലൂരമ്മയെയും വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രധാന ശ്രീകോവിലുകളുടെ താഴികക്കുടങ്ങളെയും വന്ദിക്കാം. പിന്നീട് വ്യാസശിലയിലെത്തി വേദവ്യാസ മഹർഷിയെ വന്ദിച്ചിട്ട് വിദ്യാരംഭ മന്ത്രം കുറിച്ച് മരച്ചുവട്ടിലെ ദക്ഷിണാമൂർത്തിയെ തൊഴുത ശേഷം പ്രദക്ഷിണമായിട്ട് വന്ന അയ്യപ്പനെ തൊഴാം. അയ്യപ്പനെ തൊഴുതു കഴിഞ്ഞാൽ പിന്നീട് പോവേണ്ടത് മൃതസഞ്ജീവനി തറയിലേക്കാണ്. അവിടെ എന്നും പൂവുള്ളൊരു ചെടിയുണ്ട്. അതിലെ പൂവെടുത്ത് തലയിൽ തൊട്ടാൽ പിന്നെ 1 വർഷത്തേക്ക് വീട്ടിൽ മരണം നടക്കില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട് കേട്ടോ. ഇതേ തറയിൽ അദൃശ്യനായി വാഴുന്ന ഹനുമാൻ സ്വാമിയെ വന്ദിക്കാം. അത് കഴിഞ്ഞിട്ട്
കിരാതമൂർത്തിയെ തൊഴാൻ ചെല്ലുക. ശത്രുനാശത്തിന് കിരാതമൂർത്തിയെ തൊഴുന്നത് ഉത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് അതിന് വടക്കുഭാഗത്തുള്ള നാഗത്തറയിലും ശംഖചക്ര പ്രതിഷ്ഠയിലും തൊഴുത ശേഷം ശങ്കരാചാര്യരെ വന്ദിക്കുക. അതിനുശേഷം ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറയിലും തൊഴുത് പുറത്തേക്ക് കടക്കാം. ഇങ്ങനെ ക്രമപ്രകാരം വന്ദിച്ചാൽ ദർശനം പൂർണ്ണമായി. 3 കിലോമീറ്ററാണ് കേട്ടോ മൊത്തം പ്രദക്ഷിണമുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റും സ്വരാജ് റൗണ്ട് പണിതിരിക്കുന്നു. പറ്റുമെങ്കിൽ നടുവിലാൽ, മണികണ്ഠനാൽ ക്ഷേത്രങ്ങളിലുമെല്ലാം ദർശനം നടത്താവുന്നതാണ്. ഇനിയും ഒരുപാടുണ്ട് വടക്കുംനാഥ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാൻ. തൽക്കാലം വീഡിയോ ഒരുപാട് ലോങ്ങായി മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു സെക്കൻഡ് പാർട്ടാക്കിയിട്ട് നമ്മൾ ഇട്ടാൽ അത് എല്ലാവരിലേക്കും എത്താൻ സാധ്യത കുറവായതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലോങ് ആയാലും വേണ്ടില്ല. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശദമായൊരു വിവരണം തന്നെ നടത്തിയിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സാക്ഷാൽ പരമേശ്വരൻ്റെ കാലകാലനായ പരമേശ്വരൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ.